ഹലോ ഗായ്സ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ റയൽ മാഡ്രിഡ് റിയൽ സൊസൈറ്റിനെ തോപ്പിച്ചിട്ട് അവർ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം നിലവിൽ ഒരു ഗംഭീര വിജയം തന്നെയാണത്. 2-1 വിജയിച്ചത്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു റെഡ് കാർഡ് ഇൻസിഡന്റ് ഒക്കെ നമ്മൾ കണ്ടാണ്. റഫറിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഒരു മോശം തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഗോൾ അടിച്ചത് എംബാപ്പയാണ്. നമുക്കറിയാം, റയൽ മാഡ്രിഡ് വന്നപ്പോൾ പതുങ്ങിയാണ് തുടങ്ങിയെങ്കിലും പക്ഷെ ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. ആളൊരു ഗോൾ അടിച്ചു. അത് കൂടാതെ ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു ആളുടെ. ഒരു ടോപ്പ് പെർഫോമൻസ് ആണ് വീണ്ടും എംബാപ്പയുടെ കയ്യിൽ നിന്ന് വന്നേക്കണത്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പാസ് ആയിരുന്നു റിയൽ സൊസൈറ്റിന്റെ. അത് താരം ഓടിയെടുത്താണ് ആ ഒരു ഗോൾ സ്കോർ ചെയ്തത്. ആദ്യത്തെ ഗോളായിരുന്നു, ലീഡ് എടുത്തത് അങ്ങനെയാണ്. അപ്പൊ നിലവിൽ രണ്ടാമത്തെ ഗോൾ നമുക്കറിയാം ആർതർ ഗുളറിന്റെ ആയിരുന്നു. അതിലും എംബാപ്പക്ക് പങ്കുണ്ട്. എന്തായാലും താരത്തിന് വലിയ ചാൻസ് ഒന്നും നേരത്തെ ആഞ്ചലോട്ടിയുടെ കീഴിൽ കിട്ടിയിരുന്ന വെച്ചില്ല. പക്ഷെ ഇപ്പോ ഒരു പ്യുവർ ജെമ്മാണെന്ന് ആള് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് ഗോൾ അടിക്കുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, എല്ലാം കൊണ്ടൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ആളുടെ നിലവിൽ. സോ റയൽ മാഡ്രിഡ് എന്തായാലും ഒരു അപ്കമിങ് ടാലന്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്തുള്ള കളികളിലും ആളുടെ നമുക്ക് എന്തായാലും കാണാം. ആളുടെ ആ ഗോള് നമുക്കറിയാം, ആള് തന്നെ എംബാപ്പക്ക് വെച്ചൊരു ത്രൂ ബോൾ ആയിരുന്നുണ്ട്. പുള്ളി തന്നെ അത് കയറി വന്ന് ഫിനിഷ് ചെയ്യണം. ആളുടെ ഒരു ഫസ്റ്റ് ടച്ച് എടുക്കുന്നുണ്ട്, അതിനുശേഷമാണ് ആൾ അത് ഫിനിഷ് ചെയ്യണത്. സോ എംബാപ്പയുടെ പെർഫോമൻസ് അതുപോലെ എടുത്തു പറയേണ്ടായിരുന്നു. എംബാപ്പയുടെ ആ ഒരു റണ്ണാണെങ്കിലും കട്ട് ചെയ്താണ് ആളെ അകത്തേക്ക് പോയിട്ട് ആ ഒരു ബോൾ കൊടുത്തത്. സാബി അലോൻസോന്റെ ടാക്ടിക്കലായിട്ടുള്ള വർക്കൊക്കെ എന്തായാലും കിടിലനായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ആളൊരു അടിപൊളിയായിട്ട് തന്നെ ടീമിനെ മാനേജ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്ലേയേഴ്സിനും അത്യാവശ്യം റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ ആർദർ ഗുളറിന്റെ ഒരു ബെസ്റ്റ് വെർഷനാണ് നിലവിൽ ഇപ്പൊ നമ്മൾ റയൽ മാഡ്രിഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ആദ്യത്തെ ആ ഗോളിന് എംബാപ്പക്ക് പങ്കുണ്ടായിരുന്നു, പക്ഷെ അത് ആ ഗോൾ കൊടുത്തില്ല. നിലവിൽ രണ്ടാമത്തെ ഗോളിലും അതുപോലെ തന്നെ എംബാപ്പയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ആർദർ ഗുളർ എന്തായാലും എന്താണ് ക്രിയേറ്റീവില് ആണെങ്കിലും ക്രോസ് ആണെങ്കിലും ആളുടെ ത്രൂ പാസ് ഒക്കെ അടിപൊളിയാണ്. ആദ്യത്തെ ആ ഗോളിലും ആളിന് കൊടുത്ത ത്രൂ പാസിൽ നിന്നാണ് ആ ഗോൾ വന്നത്. അപ്പൊ ടോട്ടലായിട്ടും എംബാപ്പെ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. അവരുടെ കോംബോ എന്തായാലും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടാണ് ആ റെഡ് കാർഡ് ഇൻസിഡന്റ്. അത് ഫസ്റ്റ് ടൈം തന്നെ റെഫറി ആ റെഡ് കാർഡ് വിധിക്കുകയാണ് ചെയ്തത്. അത് ജസ്റ്റ് 32ാമത്തെ മിനിറ്റിലാണ് ആ ഇൻസിഡന്റ് നടക്കുന്നത്. അതൊരു റെഡ് കാർഡിന്റെ ആവശ്യമില്ലായിരുന്നു നിലവിൽ. പിന്നീട് റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ടാമത്തെ ഗോൾ അടിച്ച് അവർ നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്ത് പിന്നീടാണ് ആ രണ്ടാമത്തെ ഗോള് ഗുളറിന്റെ കാലിൽ നിന്ന് വന്നത്. റെഫറിയുടെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. നിലവിൽ എല്ലാ ഫാൻസിനും ഒരു നിരാശ തന്നെയായിരുന്നു അത് നിലവിൽ. പൊൻഡേഴ്സ് നമുക്കറിയാം അത്യാവശ്യം ബിഗ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ്. ആൾ ബൗൺമൗത്തിൽ നിന്നാണ് വന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ 2 റെഡ് കാർഡായി താരത്തിന് നിലവിൽ കിട്ടണത്. റിയൽ മാഡ്രിഡ് ഇപ്പൊ എന്തായാലും ഒന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അവര് 4 കളിയിൽ ഇപ്പൊ 4 തന്നെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഒരു ആ പഴയ പ്രതാപത്തിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഫാൻസ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ നമുക്കറിയാം കരേരാസിന്റെ പെർഫോമൻസ് എല്ലാ കളിയിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അയാൾ കളിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു പ്ലെയർ തന്നെയാണ് റയൽ മാഡ്രിഡിന് കിട്ടിയേക്കണം. പിന്നെ ഈ ഒരു കോംബോ നമുക്കറിയാം പണ്ടത്തെ ആ ഒരു പ്രൈം റൊണാൾഡോനെയും മോസിലിനെയൊക്കെ നമുക്ക് കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും അതുപോലെ ഗോൾ കൺവർഷനും എല്ലാം കൂടി ആയിട്ട് ടോട്ടലായിട്ട് സാബി അലോൻസോനും എന്തായാലും നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ്. ആളെന്തായാലും 4 കളി 4 ജയിച്ചിട്ടുണ്ട്. അപ്പൊ റയൽ മാഡ്രിഡ് എന്തായാലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇനി ചാമ്പ്യൻസ് ലീഗിലെ കളികളും കൂടി വരും, ഗ്രൂപ്പ് സ്റ്റേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. റയൽ മാഡ്രിഡ് എന്തായാലും നമുക്കറിയാം ഒരു സീസൺ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവർ അടുത്ത സീസണിൽ എന്തായാലും തിരിച്ചു വരും.